നമസ്കാരം, എല്ലാവർക്കും സ്വയംവരം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രാഖിയാണെങ്കിൽ മേജർ അനിരുദ്ധനെ വിളിക്കുക കേട്ടോ ചെയ്യുന്നത്. ഞങ്ങൾക്ക് സാറിനെ വന്നൊന്ന് കാണണമായിരുന്നു, അതുകൊണ്ട് എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആരാണെന്ന് അപ്പോൾ ചോദിക്കുമ്പോഴത്തേക്കും രാഖിയാണ്, ശാരികയുടെ ഫ്രണ്ടാണെന്നും ഒക്കെ പറയാം കേട്ടോ ചെയ്യുന്നത്. ശാരികയെ അന്വേഷിച്ചാണെങ്കിൽ ആരും ഇങ്ങോട്ടേക്ക് വരണ്ട, നിങ്ങളുടെ ഒരു സഹോദരൻ ഉണ്ടല്ലോ രാജേന്ദ്രൻ, അയാളും ഇവിടെ വന്നിരുന്നു ശാരികയെ അന്വേഷിച്ചെന്ന് പറഞ്ഞു. ഞാൻ അയാളോട് കൃത്യമായി പറഞ്ഞതാണല്ലോ ഇനി ആരും ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന്, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് ചോദിക്കുന്നു. രാജേന്ദ്രൻ വന്ന കാര്യം അറിയുമ്പം രാഖി ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാജീവൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം എന്ന് ചോദിക്കുന്നു. പിന്നീട് മേജർ പറയുന്നുണ്ട് കേട്ടോ, എന്നെ അയാൾക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല, പക്ഷേ അവനാരാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ തോക്കിൻ്റെ തുമ്പിൽ നിന്ന് അവൻ ഒന്ന് നിമിഷത്തിനാണ് രക്ഷപ്പെട്ടെ എന്നൊക്കെ പറയുക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നു അങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നു. അപ്പോൾ രാജീവനോട് പറയുന്നുണ്ട് നമ്മളോട് അങ്ങോട്ട് ചെല്ലണ്ടെന്നാണ് അയാൾ പറയുന്നതെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും രാജീവനാണെങ്കിൽ വണ്ടി നിർത്തുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യവും ഇല്ലല്ലോ എന്ന് രാഖിയുടെ അടുക്ക് രാജീവൻ ചോദിക്കുന്നുണ്ട്. അതല്ല രാജീവേട്ടാ, ഞാൻ എന്തായാലും അവളെ തപ്പിയല്ലേ നമ്മൾ ഇത്രയും ദൂരം വന്നത്, ഇനി അവളെ കാണാതെ എങ്ങനെ നമ്മൾ തിരിച്ചു പോകും? എനിക്ക് അവളെ കണ്ടേ മതിയാകത്തുള്ളൂ എന്ന് രാഖി തീർത്തു പറയാട്ടോ ചെയ്യുന്നത്. അല്ല, കൊച്ചേട്ടൻ എന്തിനായിരിക്കും അങ്ങോട്ടേക്ക് പോയിരുന്നിട്ടുണ്ടാവുക എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ രാഖി. അപ്പോൾ ഉടനെ തന്നെ അത് പിന്നെ പറയാനുണ്ടോ, നമ്മളെ തമ്മിൽ തെറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് ശാരികയെ കണ്ടെത്തി എനിക്കെതിരെ അവളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ അതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പം ഞാനും ശാരിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാനും അയാൾക്ക് സാധിക്കുമല്ലോ. അതിനിപ്പോൾ എനിക്ക് രാജീവേട്ടനെ സംശയമില്ലല്ലോ. പിന്നെ അങ്ങനെ കൊച്ചേട്ടൻ ചെയ്തിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ രാജീവൻ പറയുക കേട്ടോ ചെയ്യുന്നത്, അങ്ങനെ ചെയ്തിട്ട് കാര്യം എന്താണെന്ന്, നിൻ്റെ ബന്ധുക്കളുടെ മുമ്പിലെല്ലാം എന്നെ മോശക്കാരനാക്കാമല്ലോ, പിന്നെ ബന്ധുക്കളെല്ലാം നിന്നെ ചോദ്യം കൊണ്ട് മൂടുമല്ലോ, നീ എന്തിനാണ് ഇങ്ങനെ ഒരാളുടെ കൂടെ ജീവിക്കുന്നതെന്ന്. അതാണ് അയാളുടെ ഉദ്ദേശം, നമ്മളെ തമ്മിൽ പിരിക്കണം, തെറ്റിക്കണം, അത് മാത്രമാണെന്ന് പറയുന്നു. നിൻ്റെ അമ്മയുടെ പേരുള്ള സ്വത്തുക്കൾ എഴുതിയെടുക്കാൻ അയാൾ ശ്രമിച്ചപ്പോഴേ അയാളുടെ തനി നിറം എനിക്ക് മനസ്സിലായതാണെന്നും പറയുന്നു. അപ്പോൾ ഉടനെ തന്നെ രാഖി പറയുന്നുണ്ട്, എനിക്കിപ്പോൾ അതൊന്നും അറിയണ്ട രാജീവേട്ട, എനിക്കിപ്പോൾ ശാരിക എവിടെയാണെന്ന് അറിഞ്ഞാൽ മാത്രം മതി, അതെന്തായാലും എനിക്ക് കണ്ടെത്തിയേ മതിയാവത്തുള്ളൂ എന്ന് പറയാട്ടോ ചെയ്യുന്നത്. നമ്മൾ ഇത്രയും ദൂരം വണ്ടി ഓടിച്ചു വന്നു, ഇനി ഒരു അല്പം കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അയാളുടെ വീട്ടിലെത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഉടനെ രാജീവൻ ചോദിക്കുന്നുണ്ട്, അയാൾ പറയാൻ തയ്യാറായില്ലെങ്കിലോ, വീട്ടിൽ കയറ്റാൻ തയ്യാറായില്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് അലറി വിളിക്കുമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. എന്തായാലും എനിക്ക് ശാരികയെക്കുറിച്ചുള്ള വിവരം കിട്ടിയേ മതിയാവത്തുള്ളൂ എന്ന് രാഖി തീർച്ച പറയാം. ഇവിടെ രാജേന്ദ്രനാണെങ്കിൽ ജയിലിൽ കിടക്കുന്ന ഗരുഡനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ നിനക്കൊരു കൊട്ടേഷൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, അത് എന്തായും ചോദിക്കുന്നു. സാറ് വിഷമിക്കേണ്ട, സാറ് ഞാൻ പറഞ്ഞ വർക്ക്ഷോപ്പിൽ എത്തിയല്ലോ, സെട്രിക് എന്ന് പറയുന്ന ഒരുത്തൻ സാറിനെ ഇപ്പോൾ കാണാനായിട്ട് വരുമെന്ന് പറയട്ടോ ചെയ്യുന്നത്. കാര്യം വല്ലതും നടക്കുമോ, എന്തെങ്കിലും പ്രശ്നമുണ്ടായി ഞാൻ നിന്നോടേ ചോദിക്കത്തുള്ളൂ എന്ന് പറയുന്നത്. സാർ ഒന്നും ഓർത്ത് ഭയപ്പെടേണ്ട, അവനെ എന്നെക്കാട്ടിലും മിടുക്കനാണ്, അവൻ കാര്യങ്ങളൊക്കെ വെടുപ്പായിട്ട് ചെയ്തോളും, സാറിന് വേണ്ട സഹായവും ചെയ്തോളും എന്ന് പറയട്ടോ ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞു തീരും മുമ്പ് സെട്രിക് അങ്ങോട്ടേക്ക് എത്തുകട്ടോ ചെയ്യുന്നത്. അപ്പം ഉടനെ തന്നെ ഗരുഡൻ മുതലാളി പറഞ്ഞ ആളാണ് താനെന്ന് പറഞ്ഞു. ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് സെട്രിക്ക് ചോദിക്കുന്നു. അപ്പോൾ ഉടനെ പത്തനംതിട്ടയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് 2 കപ്പിൾസ്, അതായത് ദമ്പതിമാർ വന്നിട്ടുണ്ട്. അവർ തിരികെ വരാനായിട്ട് പാടില്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത്. കൊല്ലണോ അതോ വേറെ എന്തെങ്കിലും ചെയ്താൽ മതിയോ എന്ന് സെട്രിക്ക് ചോദിക്കുന്നു. അപ്പോൾ ഉടനെ രാജേന്ദ്രൻ പറയുന്നു, എൻ്റെ ജീവിതത്തിൽ ഇനി അവരോട് തടസ്സമായിട്ട് ഉണ്ടാവരുതെന്ന് പറയുന്നു. അപ്പോൾ ഉടനെ തന്നെ സെട്രിക്ക് ആലോചിച്ചിട്ട് പറയാട്ടോ ചെയ്യുന്നത്, കാർ യാത്രക്കിടയിൽ ഒരു തീപിടുത്തമുണ്ടായി, 2 പേരും മരിച്ചു എന്ന് കരുതിയാൽ മതിയോ എന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ രാജേന്ദ്രന് സന്തോഷമാവുന്നുണ്ട് കേട്ടോ, അത് നല്ല ഐഡിയ ആണല്ലോ, അത് കൊള്ളാം, അത് മതിയെന്ന് പറയാട്ടോ ചെയ്യുന്നത്. എന്നാൽ ഞങ്ങൾ പണി തുടങ്ങാൻ റെഡിയായി, വാട്സപ്പിലേക്ക് ഫോട്ടോയും ഡീറ്റെയിൽസും അയക്കാൻ പറയുന്നു. അങ്ങനെ വാട്സപ്പിൽ കാറിൻ്റെ ഫോട്ടോയും രാജീവൻ്റെയും രാഖിയുടെയും ഫോട്ടോയൊക്കെ അയക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാജീവനും രാഖിയും മേജറിൻ്റെ വീട്ടിലേക്കാണ് എത്തിയിരിക്കുന്നതെന്നും പറയുന്നുണ്ട്. അപ്പോൾ മേജറിൻ്റെ വീട്ടിൽ സെട്രിക്കിൻ്റെ 2 ആൾക്കാരും എത്തുന്നുണ്ട്. അവർ നോക്കുമ്പോൾ രാജീവൻ്റെയും രാഖിയും വന്ന് ഇറങ്ങുന്നു. ഒരു കാറും, അതായത് ഹോണ്ട സിറ്റിയുടെ ഒരു കാറിലാണ്. ആ കാറിൻ്റെ ഫോട്ടോയുമായി ഒത്തു നോക്കുന്നു. അതിനുശേഷം അവരെ സെട്രിക്കിനെ വിളിക്കുന്നു. അപ്പോൾ ഉടനെ സെട്രിക്ക് പറയുന്നുണ്ട്, അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ സ്ഫോടനം ഉണ്ടാക്കാനായിട്ട് അത് തിരികെ വെക്കാൻ പറ്റുമെങ്കിൽ അത് കാറിൽ വെക്കണമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. സൗകര്യം പോലെ ചെയ്യാമെന്ന് അവരും പറയുന്നു. പിന്നീട് രാഖിയും രാജീവനും കൂടെ അനിരുദ്ധനെ കാണാൻ വേണ്ടി വീട്ടിൻ്റെ ഉള്ളിലേക്ക് ചെല്ലാട്ടോ ചെയ്യുന്നത്. അപ്പോഴേക്കും തന്നെ അനിരുദ്ധൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഞാൻ നിങ്ങളെ CCTVയിൽ കണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന്, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുന്നു. ശാരിക എവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, ശാരിക ഇവിടെ ഉണ്ടാവുമല്ലോ, അവളെ ഒന്ന് വിളിക്കുക, എനിക്ക് അവളോട് സംസാരിക്കണമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ അനിരുദ്ധൻ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് ഇവിടെ ഇല്ല എന്ന്, ശാരിക ഇവിടെ ഇല്ല, അത് സത്യം തന്നെയാണെന്ന് പറയട്ടോ ചെയ്യുന്നത്. ശോ, നിങ്ങൾ അങ്ങനെ പറയരുത്, രാഖിയുടെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു ശാരിക, എന്നിട്ടാണോ ശാരിക എവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാത്തതെന്ന് അനിരുദ്ധൻ ചോദിക്കുന്നു കേട്ടോ. ഫ്രണ്ട്ഷിപ്പിൻ്റെ ഗുണമൊക്കെ എനിക്കറിയാം, അവൾക്ക് ജീവിക്കാൻ
പറ്റാത്ത രീതിയിൽ അവളെ അവിടുന്ന് ഓടിച്ചതും ആരൊക്കെയാണെന്നറിയാം. പഴയതൊന്നും പറയാൻ തനിക്ക് താല്പര്യമില്ല എന്നും അനിരുദ്ധൻ പറയുന്നു. അപ്പോൾ ഉടനെ രാജീവും പറയുന്നുണ്ട്, രാഖിക്ക് ഒന്ന് കണ്ടാൽ മതി, രാഖി വന്നിട്ടുണ്ടെന്ന് ശാരികയോട് പറഞ്ഞാൽ ശാരിക ഉറപ്പായിട്ടും വരുമെന്ന് പറയുന്നു. നിങ്ങൾ വരുന്നെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ശാരികയെ വിളിച്ച് വിവരം പറഞ്ഞപ്പോൾ അവൾക്ക് രാഖിയെ കാണണ്ടെന്ന് തീർത്തു പറഞ്ഞു എന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോഴത്തേക്കും രാഖി ഞെട്ടുക കേട്ടോ ചെയ്യുന്നത്. ശാരിക അങ്ങനെ പറഞ്ഞു എന്ന് ആലോചിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു എന്നുള്ളത് സത്യമാണെന്ന് പറയാട്ടോ ചെയ്യുന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്, നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇവിടെ ശാരിക ഇല്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടിയെന്ന് രാഖി ചോദിക്കുന്നു. അറിയാം, പക്ഷെ അത് പറയാനായിട്ട് സാധിക്കത്തില്ല, നിങ്ങൾ ഇവിടെ നിന്ന് മെനക്കെടേണ്ട, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ നിന്ന് പോകാമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് അനിരുദ്ധൻ അകത്തേക്ക് കയറിപ്പോന്നു. ശാരിക തന്നെ കാണണ്ടല്ലോ എന്ന് പറഞ്ഞല്ലോ എന്ന് ഓർത്തിട്ട് രാഖി ആകെ വിഷമിക്കാട്ടോ ചെയ്യുന്നത്. അപ്പം ഞാൻ അത്രത്തോളം ക്രൂരത ശാരികയോട് ചെയ്തതുകൊണ്ടല്ലേ ശാരി ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് രാജീവനാണെങ്കിൽ രാഖിയെ സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ രാഖിക്ക് ഒരു സമാധാനം ആവുന്നില്ല. രാഖി ഇവിടുന്ന് പോകാനും തയ്യാറാവുന്നില്ല. പിന്നീടാണെങ്കിൽ കാറ് കത്തിക്കാനുള്ള സാധനങ്ങൾ വെക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഗുണ്ടകൾ രണ്ടുപേരും കൂടെ അവിടെ നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. രാജീവനും രാഖിയുമാണെങ്കിൽ വീട് വിട്ടു പോകുന്നുമില്ല. CCTV-യിൽ കൂടെ അനിരുദ്ധൻ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർ പോയില്ലേ ഇതുവരെ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവൻ എന്താ പോകാത്തതെന്ന് ആലോചിക്കുന്നു. അതിനുശേഷം ഗേറ്റിന് പുറത്ത് കിടക്കുന്ന കാറിൽ എന്തോ വെക്കാനായിട്ട് പോകുന്നതായിട്ടുള്ള 2 പേരെയും അനിരുദ്ധൻ CCTV-യിലൂടെ കാണുക കേട്ടോ ചെയ്യുന്നത്. അപ്പം തന്നെ അനിരുദ്ധന് കാര്യം പിടികിട്ടുന്നുണ്ട്. ഉടനെ തന്നെ അനിരുദ്ധൻ തോക്കും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുക കേട്ടോ ചെയ്യുന്നത്. അപ്പോഴേക്കും തന്നെ കാറിൻ്റെ അടിയിലേക്ക് ഒരു ഗുണ്ട കയറിക്കഴിഞ്ഞു. അതിലൊരു ബോംബ് വെച്ചിട്ട് അതിലൊരു സ്ഫോടനം സൃഷ്ടിച്ച് രാഖിയെയും രാജീവിനെയും പത്തനംതിട്ടയിലേക്ക് തിരിച്ചു പോകും വഴിയിൽ തീർക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ കേട്ടോ. തോക്കുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന അനിരുദ്ധനെ കാണുമ്പോൾ രാഖിയും രാജീവനും ഒന്ന് ഭയപ്പെടുന്നുണ്ട് കേട്ടോ. ഇനി ഞങ്ങളെ വെടിവെച്ച് കൊല്ലാനാണോ വരുന്നതെന്നുള്ള രീതിയിൽ. അപ്പോൾ ഉടനെ നിങ്ങളുടെ കാറാണോ പുറത്ത് കിടക്കുന്നതെന്ന് രാജീവനോട് ചോദിക്കുന്നു. അതെ, വേണമെങ്കിൽ ഇപ്പോൾ മാറ്റി തരാമെന്ന് പറയുന്നു. പിന്നെ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അനിരുദ്ധൻ. നേരെ പുറത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ ആ ഗുണ്ട ഒന്ന് പേടിക്കട്ടോ തോക്കുമായിട്ട് വരുന്നത് കണ്ടിട്ട്. അനിരുദ്ധൻ നേരെ ചെന്ന് അയാളുടെ നെഞ്ചിലേക്ക് തോക്ക് ചൂണ്ടുന്നു. എന്നിട്ട് പറയുന്നു, എന്താണ് ആ കാറിൻ്റെ അടിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മര്യാദയ്ക്ക് സത്യം പറയാടാന്ന് പറഞ്ഞു. വഴിപോക്കനാണ് സാറേ, ഞങ്ങൾ ഇവിടെ വെറുതെ നിന്നേ ഉള്ളൂ. അതിന് വെറുതെ നിന്ന് താൻ തോക്ക് കാണിച്ച് പേടിപ്പിക്കുമെന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. ഞാൻ CCTV-യിലൂടെ കണ്ടടാ, നീയൊക്കെ ഇവിടെ എന്താ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ രാഖിയും രാജീവനും തിരിഞ്ഞു നോക്കുമ്പോൾ ആ CCTV കാണുക കേട്ടോ ചെയ്യുന്നത്. മര്യാദയ്ക്ക് കാറിൻ്റെ അടിയിൽ കിടക്കുന്നവനെയും വിളിച്ചുകൊണ്ട് സ്ഥലം വിട്ടു, ഇല്ലെങ്കിൽ നെഞ്ചിലോട്ട വീഴുമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അന്ന് പേടിപ്പിക്കേണ്ട സാറേ എന്നാ ഗുണ്ടയും പറയുന്നുണ്ട് കേട്ടോ. വിളിക്കടാ അവനെന്ന് പറഞ്ഞ് തോക്ക് ചൂണ്ടുമ്പോഴത്തേക്കും ആ കാറിൻ്റെ അടിയിൽ കയറി ബോംബ് വയ്ക്കാൻ നോക്കിയവൻ പുറത്തേക്ക് വരിക കേട്ടോ ചെയ്യുന്നത്. നീ എന്തെടുക്കായിരുന്നോ അവിടെയും ചോദിക്കുന്നു. അയ്യോ, ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയെന്നൊരു വിവരം കിട്ടി, അത് നന്നാക്കാൻ വന്നത്, വഴി കിടക്കുന്ന എല്ലാ കാറും നീയൊക്കെ കൂടെ നന്നാക്കുമോ എന്ന് അനിരുദ്ധൻ തിരിച്ച് ചോദിക്കാട്ടോ ചെയ്യുന്നത്. ഒരു അബദ്ധം പറ്റിയതാ സാറേ എന്ന് അവർ പറയുന്നുണ്ട് കേട്ടോ. അനിരുദ്ധൻ വിടുന്നുമില്ല കേട്ടോ, മര്യാദയ്ക്ക് സത്യം പറയാനും പറയുന്നുണ്ട്. അപ്പോഴേക്കും ആ ഗുണ്ടകൾ അനിരുദ്ധൻ്റെ കയ്യിൽ നിന്ന് തോക്ക് തട്ടിപ്പറിച്ച് മേടിക്കാട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ആ ഗുണ്ട പറയുന്നുണ്ട്, ദേ എൻ്റെ കയ്യിലാണിപ്പോൾ തോക്ക്, വേണമെന്നുണ്ടെങ്കിൽ നിൻ്റെ നെഞ്ചിൽ മുട്ട വീഴ്ത്താൻ എനിക്ക് അറിയാമിടാന്നും പറഞ്ഞുകൊണ്ട് അനിരുദ്ധൻ്റെ നേരെ തോക്ക് ചൂണ്ടുന്നു കേട്ടോ. അപ്പോൾ അനിരുദ്ധൻ ഒന്ന് ഭയക്കുന്നുണ്ട്. അപ്പോൾ രാജീവനാണെങ്കിൽ അതിൽ ഇടപെടാനായിട്ട് പോകുമ്പോൾ രാഖി തടയുകയും ചെയ്യുന്നു. അനിരുദ്ധന് നേരെ നിറയൊഴിക്കുമെന്ന ഘട്ടം വരുമ്പോഴത്തേക്കും രാജീവൻ പോയി ആ ഗുണ്ടയുടെ കാലിനിട്ട് ഒരൊറ്റ ചവിട്ട് വെച്ച് കൊടുത്ത് ആ ഗുണ്ടയുടെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചു പറിച്ച് മേടിക്കാട്ടോ ചെയ്യുന്നത്. എന്നിട്ട് തിരിച്ചു ചൂണ്ടുന്നുണ്ട്. അപ്പോഴേക്കും ഗുണ്ടകൾ രണ്ടുപേരും പേടിക്കാട്ടോ ചെയ്യുന്നത്. അവർ രണ്ടുപേരും ഓടിപ്പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ അനിരുദ്ധന് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അനിരുദ്ധൻ നന്ദിയൊക്കെ പറയാണ് രാജീവൻ്റെ അടുക്ക്. പിന്നീട് തോക്കെടുത്ത് രാജീവൻ അനിരുദ്ധൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. വെൽ ഡൺ മൈ ബോയ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, ബാ കമോൺ എന്ന് പറയുന്നു. അപ്പോൾ ഉടനെ രാജീവനോ ഇത് നല്ലൊരു അവസരമായി കണ്ട് അകത്തേക്ക് കയറി പോവുക കേട്ടോ ചെയ്യുന്നത്. അതിന് ശേഷം അവർക്ക് ചായയൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അനിരുദ്ധൻ. പിന്നീട് രാഖി ഇത് തന്നെ പറ്റിയ അവസരമെന്ന് വിചാരിച്ചിട്ട് ശാരികയുടെ കാര്യം അങ്ങോട്ടേക്ക് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ തന്നെ രാജീവൻ്റെ അടുക്ക പറയുന്നുണ്ട്, നല്ല കറേജുള്ള ആളാണ് രാജീവൻ എന്നൊക്കെ. അയ്യോ, സാറിന് നേരെ തോക്ക് ചൂണ്ടിയപ്പോൾ ഞാൻ അറിയാതെ ഇടപെട്ട് പോയതാന്നൊക്കെ രാജീവനും പറയുന്നു. അപ്പോൾ തന്നെ രാഖി ശാരികയെ പറ്റി ചോദിക്കുമ്പോഴത്തേക്കും, ശാരികയെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ എനിക്കറിയാവുന്നത് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ എന്നെ സഹായിച്ചതല്ലേ, എൻ്റെ ജീവൻ രക്ഷിച്ചതല്ലേ, നിങ്ങളുടെ മനസ്സിൽ നന്മയുണ്ട്, അത് ഞാൻ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ശാരിക എവിടെയുണ്ടെന്നും ശാരിക ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളുമൊക്കെ പറയാനായിട്ട് തയ്യാറാവുക കേട്ടോ ചെയ്യുന്ന അനിരുദ്ധൻ. ഇത് കേൾക്കുന്ന രാഖിക്ക് വലിയ സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ രാഖിയും രാജീവനും ശാരിക എവിടെയുള്ള സ്ഥലം അറിയുന്നു. ശാരികയെ നേരിൽ കാണുന്നതിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. രാഖിക്ക് എങ്ങനെയെങ്കിലും ശാരികയെ കണ്ടുപിടിക്കണം, രാജീവൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. രാഖി ഇല്ലാതായാലും രാജീവൻ ഒരു കൂട്ട് വേണമെന്നും തൻ്റെ കുട്ടികളെ നോക്കണമെന്നും അതുപോലെ തന്നെ ശാരികയുടെ വയറ്റിൽ വളർന്ന് രാജീവൻ്റെ കുഞ്ഞാണെന്നുള്ള സത്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക കേട്ടോ ചെയ്യുന്നത്.